ഹായ് മഴയൊക്കെ അങ്ങ് ആയപ്പോഴത്തേക്കില്ലേ കുറച്ച് മടിയായി. പിന്നെ ഈ കൺസിസ്റ്റൻസി ഒക്കെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും ഒക്കെ പൊടി തട്ടി എടുക്കണം. ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദിവസേനും. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് കുറേ ദിവസം ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുള്ളൊരു ദിവസം ഉണ്ടാവും. അതേപോലെ ഒരു ദിവസമാണ് ഈ ദിവസം. എന്തായാലും ഇപ്പൊ തന്നെ കുറേ ദിവസം എന്ന് പറഞ്ഞു. ഇനിയിപ്പം ബാക്കി കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങില് ഞാൻ 2 അമ്പലത്തിൽ പോകുന്നുണ്ട്. തികച്ചു കാര്യമൊന്നുമില്ല, അമ്മ ഉള്ളതുകൊണ്ട് അമ്മയുടെ കൂടെ പോവാണ്. കുറേ കാലത്തിന് ശേഷം അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടി. സ്വതവേ എപ്പോ പോയാലും അവിടെ ഉണ്ടാവലില്ല. കല്യാണത്തിനൊക്കെ ബിരിയാണി കഴിക്കാൻ പോകുന്നവര് ഞാൻ അമ്പലത്തിൽ പോകുന്നത് പ്രസാദം കഴിക്കാനാണ്. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ഇന്നലെ ഇന്നലെ ഫുള്ള് എഡിറ്റ് ചെയ്ത് മാറ്റി വെച്ച് വോയിസേ കൊടുത്തില്ല. ഇന്നിപ്പോ വോയിസ് കൊടുത്ത് അമ്മ ഇട്ട ടോപ്പിന്റെ കളറാണ് എന്റെ പാന്റും, ഞാനിട്ട ടോപ്പിന്റെ കളറാണ് അമ്മേന്റെ പാന്റും. ഒരു കോയിൻസിഡൻസിൽ സംഭവിച്ചതാണ്. വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ മുഖം ഭയങ്കര ക്ലീനും ഹെയർ ആണെങ്കിൽ ഭയങ്കര അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷെ എവിടെയെങ്കിലും പുറത്തു പോകാനുണ്ടെങ്കിൽ അപ്പത്തേക്ക് ഇതൊക്കെ നേരെ റിവേഴ്സ് ആവും. 2 സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞു കുരു വന്ന് തുടങ്ങിക്കുന്നത്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് പോകും. അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പൊരിച്ച കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയും അതും കഴിച്ച് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ടൗണിൽ പോകാനുണ്ട്. ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ വാങ്ങാനും. Q&A വീഡിയോ ഒക്കെ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാല് ഇപ്പൊ തന്നെ ഒരു Q&A വീഡിയോ ഇട്ടാല് കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയാനൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് Q&A ഒക്കെ ഇടാം. ഞാൻ കറന്റ്ലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും കോളേജും കോഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതിന്റെ രീതിയിലും കുറച്ച് ബിസിയാണ്. അപ്പോൾ വീഡിയോസ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 30 വ്ളോഗ്സിന്റെ അടുത്ത് കണ്ടന്റ്സ് ഒക്കെ നോട്ടിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമയവും കാലവും ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് എല്ലാം ശരിയാക്കാം. നിങ്ങളിൽ ഇത്രയും ആൾക്കാരെന്റെ വ്ളോഗ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് ഞാൻ അറിയില്ലേനും. പക്ഷെ അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞാൻ ടൗണിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇപ്രാവശ്യം വോട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് പഞ്ചായത്ത് വരെ പോവും, അവിടെ വോട്ടർ കൊടുക്കുകയൊക്കെ ചെയ്യാനുണ്ടേനും. അപ്പോൾ ഞങ്ങള് അവിടേക്ക് പോകുന്ന വഴിക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ ഫുള്ള് മീനാണ്. കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ അവരോട് ചോദിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തി എന്റെ കാര്യം വേഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ടേനും. ഓരിങ്ങനെ ഫോം തപ്പുന്ന അങ്ങോട്ട് വെക്കുന്ന ഇങ്ങോട്ട് വെക്കുന്ന പോസ്റ്റ് ആയിട്ടിരിക്കേനും. പിന്നെയാണെങ്കിൽ നല്ല മഴയായി. അപ്പൊ ഞങ്ങൾ തിരിച്ചു വരാനും അത്യാവശ്യം ലേറ്റ് ആയി. പിന്നെ ഇങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീറ്റ് പിന്നെ നോക്കുമ്പോൾ കുറച്ച് ഇരുടായിണ്ട്. അതേപോലെ നല്ല മഴയാണ്. ഞാൻ എപ്പോഴും ഒന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഒരു പെൻപാൽ ചെയ്യണമെന്ന്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ പെൻപാൽ എന്താണെന്ന് അറിയലുണ്ടാവില്ല. പെൻപാൽ എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ലെറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തത് മാതിരി ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓരോ പെൻപാൽസ് അയക്കും. ഇപ്പൊ സ്വതവേ ലെറ്റേഴ്സ് അയക്കുന്നത് വരെ ഭയങ്കര കുറവാണ്. അത് നമ്മള് ഫോണിന്റെ യൂസേജസ് ഒക്കെ വളരെ കൂടിയോണ്ട് ഒരാളിലേക്ക് ഇമെയിലോ അല്ലെങ്കിൽ മെസ്സേജോ അയച്ച് കാര്യം പറയും. ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും വെക്കും. പക്ഷെ ഒരു ഹാൻഡ് റിട്ടൺ ലെറ്ററിന്റെ ഒക്കെ വാല്യൂ പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ളതാണ്. ഈ പെൻപാൽ പറയുന്നത് നമ്മളിപ്പോ ജേർണലിന്റെ അകത്ത് ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി എഴുതുന്ന പോലെ പെൻപാൽ നമുക്ക് വേണ്ടിയിട്ടും ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാല് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലെ ഞാൻ ഇത് ചെയ്ത അതേ ദിവസേക്കും ഇത് ഞാൻ തുറക്കാൻ പോകുന്നത്. മേ ബി അന്ന് ചിലപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാര്യം കൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും മൈൻഡിൽ നിന്ന് വിട്ടുപോയി. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാല് അതും കൂടി ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പെൻപാലിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാനിത് അടുത്ത കൊല്ലം തുറക്കുന്ന സമയത്ത് നിങ്ങളെ കൂടെ കാണിച്ചു. വാൻഡാക് ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് പെൻപാൽ എക്സ്ചേഞ്ച് ചെയ്ത് തുടങ്ങിയത്. 1931 തൊട്ട് 1936 വരെ ഇതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ശരിക്കും പോപ്പുലർ ആയത്. പെൻപാൽ എന്നുള്ള രീതിയിലല്ലാണ്ട് തന്നെ സ്റ്റുഡൻസ് തമ്മിൽ ലെറ്റേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൂടുതലും ചെയ്യുന്നത് സ്ട്രേഞ്ചേഴ്സ് തമ്മിലേക്കും. കാരണം സ്ട്രേഞ്ചേഴ്സിന് പ്രത്യേകിച്ച് നമുക്ക് എന്ത് ഗിഫ്റ്റ് ആണോ എന്താണോ ഇഷ്ടപ്പെടുന്നത് ഒന്നും അറിയാണ്ട് നമുക്ക് ഓർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാം. ഒരു ലെറ്റർ കൊടുക്കാം, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു ലെറ്റർ ഉണ്ടാവും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ നമുക്ക് അതിനകത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കാരണം ഇപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് ഒരാൾ പെൻപാൽ അയക്കാന്ന് പറയുന്നത് വളരെ റയർ ആയിരിക്കും. ഒരു എൻവലപ്പിന്റെ അകത്ത് വെച്ച് ലെറ്റർ വെക്കുന്നുണ്ട്, പിന്നെ ഒരു ഓപ്പൺ ലെറ്ററും 2 ബുക്ക് മാർക്ക് ഗിഫ്റ്റ്സ് ആയിട്ട്. എജുമാർട്ടിന് ഞാൻ ഇതിന്റെ മുന്നേ വാങ്ങിയ ബ്രേസ്ലെറ്റ്സിന്റെ കൂടെ കിട്ടിയ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സും കുറച്ച് വരച്ച സ്റ്റാമ്പ്സും ഒരു ഡ്രോയിങ്ങും ഒരു പോളറോയിഡും ഒരു കോയിനും ഒരു Q&A ലെറ്ററും ഒരു റെസിപ്പി നോട്ടും ആണ് വെക്കുന്നത്. എന്റെ ഫേവറേറ്റ് റെസിപ്പി ബ്രൗണിയാണ്. സോ അതിന്റെ റെസിപ്പിയാണ് വെച്ചത്. ഇതിന്റെ ഉള്ളിൽ കൂടെ അതിന്റെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ കൈ മുറിഞ്ഞ്
ഇനിയിപ്പോൾ ആ വിരൽ മാത്രം പൊക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനും ഫസ്റ്റ് ടൈം ആയിട്ടാണ് പെൻപാൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ ഹോപ്പോ അല്ലെങ്കിൽ ഇഷ്ടത്തോടെയോ ചെയ്തതല്ല. ഞാൻ ശരിക്കും ഇരുന്ന് കുറച്ചു നേരം തപ്പി പെൻപാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിൻട്രസ്റ്റും കുറച്ച് വ്ളോഗ്സും ഒക്കെ നോക്കി പെൻപാലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വെക്കാന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്നും അറിയാണ്ട് പറയുന്നതിലും കുറച്ചെങ്കിലും കാര്യം അറിഞ്ഞിട്ട് പറയുന്നതിൽ കാര്യം ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഇരുന്ന് ഇതിന്റെ വ്ളോഗ് കാണുന്നുണ്ടാവും. ഇവിടെ വരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ടൈം അവിടെ വേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അതിനോടാണ് പെൻപാലിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. എനിക്കിനിയും കാര്യങ്ങൾ അതിലേക്ക് വെക്കണം എന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞു പൊക്കെ, പിന്നെ കുറച്ച് കോഡ്സ്, അങ്ങനത്തെ കുറച്ചുകൂടെ കാര്യങ്ങൾ. പക്ഷേ എന്താ പറയാ, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് അതിനോട് വലിയ താല്പര്യം വന്നില്ല. ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാല് പിന്നെ അത് തുറക്കുന്ന സമയത്ത് വലിയ കാര്യം ഉണ്ടാവില്ലല്ലോ. ഒരു കുട്ടി കുട്ടി കാര്യങ്ങൾ വെച്ചിട്ട് ഫസ്റ്റത്തെ എന്റെ പെൻപാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു ലൈഫ് ടിപ്പ് എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒട്ടകത്തിന്റെയും ഒരു ആളെയും കഥ അറിയാം. അതെന്താന്ന് വെച്ചാല്, ഒരു മനുഷ്യനും ഒരു ഒട്ടകവും ഒരു മരുഭൂമിയിൽ താമസിക്കുന്നുണ്ട്. അതില് അയാൾക്ക് ഭയങ്കര തണുപ്പായപ്പോ ഒരു ടെന്റ് അടിച്ച് അതിൽ അയാൾ കൂടും. അപ്പൊ അയാൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒട്ടകം തണുത്ത് വിറച്ചിരിക്കുമ്പോ ഇയാൾക്ക് കുറച്ച് സഹതാപം തോന്നിയിട്ട് ഒട്ടകത്തിനോട് പറയും അയാളെ കൂടെ ഇന്നൊരു രാത്രി നിന്നോളാം. എന്തായാലും ഇയാളെ ഡബിൾ ആയിരിക്കുമല്ലോ ഒട്ടകം. അപ്പൊ കേറാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം കൊടുത്തപ്പോ ഒട്ടകം ആദ്യം ഒട്ടകത്തിന്റെ തല അതിന്റെ ഉള്ളിലിടും, പിന്നെ അത് അതിന്റെ കാലിടും. പിന്നെ കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്ഥലം കിട്ടിയെന്ന് കാണുമ്പോൾ അതിന്റെ ബോഡീന്റെ പകുതി ഉള്ളിലേക്ക് ഇടും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അയാള് കാലും കൂടെ ഇടും, പിന്നെ വാലും അതിന്റെ ഉള്ളിലാക്കും. ഈ ഒരു സമയത്ത് ആ ടെന്റിൽ സ്ഥലം ഇല്ലാണ്ട് അയാള് അതിന്റെ പുറത്താവും. അപ്പൊ ഈ ഒട്ടകത്തിനോട് അയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അയാളാണ് വിളിച്ചു വരുത്തിയത്. ഇരുന്നോളാനും പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ പോയിക്കോന്ന് പറയാൻ പറ്റാത്തോണ്ട് അയാൾ ആ മഞ്ഞും കൊണ്ട് തണുത്ത് വിറച്ചിരുന്നു. മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്, വഴിയെ പോകുന്ന പാമ്പിനെ ഒന്നും എടുത്ത് തലയിൽ ഇടരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.